ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 3-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നതായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് റിക്കവറിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിനിടയിൽ നിലവിൽ GST കളക്ഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ GDPയുടെ സെക്കൻഡ് ക്വാർട്ടറിലെ ഡാറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഒരു ക്രൈസിസിലാണ് ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ക്രൈസിസ്, എന്താണ് ഗവൺമെൻറ്റും RBIയും നേരിടുന്ന ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഡാറ്റ വന്ന സമയത്ത് GDP ഡാറ്റ വന്ന സമയത്ത് അതിലൊരു സ്ലോനെസ് 5.4% കുറഞ്ഞതായിട്ട് നമ്മൾ 6.5% എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമിസ്റ്റുകളും RBIയും ഒക്കെ തന്നെ. പക്ഷേ അതിൽ നിന്ന് വളരെ കുറവായിട്ട് 5.4% ക്വാർട്ടർ 2-ലെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ 5.4% ഗ്രോത്ത് ആണുള്ളത് എന്ന് 2022-23 മുതലുള്ള ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ Q3 ക്വാർട്ടറിലായിരുന്നു. അതിനേക്കാൾ കമ്പയർ ചെയ്തിട്ട് വളരെ കുറഞ്ഞൊരു ഗ്രോത്ത് ആണ് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഡ്രോപ്പ് ആണ് നമുക്ക് ഈ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 2024-25 ഫസ്റ്റ് ഹാഫിലും ഫസ്റ്റ് ക്വാർട്ടറിലും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടിയിരുന്നില്ല. വെറും 6% മാത്രമാണ് GDP ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 7%-ലധികമാണ് GDPയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തെങ്കിൽ പോലും ജസ്റ്റ് 6% മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ GDP ഗ്രോത്ത് നിലവിൽ 5.4% എന്നുള്ളത്, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻഡയറക്റ്റ് ടാക്സസും അതുപോലെ തന്നെ സബ്സിഡീസും ഒഴിവാക്കിയിട്ടുള്ളത് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, അതായത് നിലവിലുള്ള 5.4-നേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 5.6% കാണിക്കുന്നതെങ്കിൽ പോലും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിൽ നിന്ന് കുറവാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്കണോമിക് ഗ്രോത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. RBIയുടെ റിപ്പോ റേറ്റ് ഒക്കെ വളരെ ഹൈ ആണ്. അതിനെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അടുത്തതായിട്ട് എടുക്കേണ്ടതായിട്ടുള്ളത്. ബിക്കോസ് 7.2% GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് വെച്ചിട്ട് നമുക്ക് 5.4% ലഭിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് എക്കണോമിയെ കുറെ കൂടി ആക്റ്റീവ് ആക്കി മാറ്റുന്നതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം, എക്കണോമിയിൽ ഓൾറെഡി ഇൻഫ്ലേഷൻ ഹൈ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബർ മാസത്തിലെ ഡാറ്റ വന്നപ്പോൾ 6.2% ഇൻഫ്ലേഷൻ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഓൾറെഡി ഇൻഫ്ലേഷൻ ഹൈ ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എക്കണോമിക് ഗ്രോത്ത് താഴുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഷർ RBIയുടെ മേലെയും ഗവൺമെന്റിന്റെ മേലെയും വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് തിരിക്കുന്നത് ഓർത്ത് വെക്കേണ്ടത്. പക്ഷെ RBIയുടെ പ്രൈമറി ഫോക്കസ് ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ RBI ഈ ഒരു ഇൻഫ്ലേഷൻ കുറയാത്തത്രയും കാലം ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ സാധ്യതയില്ല എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം പ്രത്യേകിച്ചും ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് റേറ്റുകളിൽ കൊണ്ടുവരുന്നതിനും കാരണമാവില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ അർബൻ ഡിമാൻഡ് ഒക്കെ ടെമ്പററി ആയിട്ട് വീക്ക് ആയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൂറൽ ഡിമാൻഡും അതുപോലെ തന്നെ പബ്ലിക് സ്പെൻഡിങ്ങും ഒക്കെ സെക്കൻഡ് ഹാഫിൽ വർദ്ധിച്ചു വരുമെന്ന് കരുതിയെങ്കിൽ പോലും അത് കാര്യമായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ചും urban കൺസംഷനിൽ കാര്യമായിട്ടുള്ള വേജ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, ആൾക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതും സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു urban കൺസംഷൻ ഒക്കെ കുറയാൻ കാരണം എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ RBIയുടെ റിപ്പോ റേറ്റിനെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എക്കണോമി റിവൈവ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കുറച്ചുകൂടി ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള എഫേർട്ട് എടുക്കണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് ചെലവ് കുറക്കാൻ പറ്റും, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവ് കുറക്കാൻ പറ്റിയ എഫേർട്ടുകൾ എടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫ്യൂൽ ടാക്സ്
ഫ്യൂവലിന്റെ മേലെയുള്ള നികുതി കുറക്കുക, അതുപോലെ തന്നെ GST റേറ്റുകൾ കുറക്കുക. അതുവഴി സാധനങ്ങളുടെ വില കുറയാൻ വേണ്ടി കാരണമാവും. ഈ ഒരു സാധനങ്ങളുടെ വില കുറയുമ്പോൾ ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഇൻഫ്ലേഷൻ കുറയും. അപ്പോൾ അതുവഴി ഈ ഒരു എക്കണോമീനെ റിവൈവ് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പിലേക്ക് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നതായിട്ടുള്ള ഗവൺമെന്റിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന പോളിസിയാണ് എക്കണോമിക് പോളിസീസ് ആണ്. അത് കൊണ്ടുവന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, അതായത് റീസെന്റ് ആയിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ കോൺഫറൻസിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം നേരിടുന്ന സൈബർ ക്രൈമുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് നമ്മുടെ രാജ്യം നേരിടുന്ന സൈബർ ക്രൈം ത്രെട്ട്. അതാണ് ഈ ഒരു എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.